സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്നു പ്രതിപക്ഷം. റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച സംസ്ഥാന സർക്കാരാണ് ഏറ്റവും വലിയ കുറ്റക്കാരൻ എന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. തെറ്റ് ചെയ്തവരുടെ പേര് പറഞ്ഞില്ലെങ്കിൽ മാന്യന്മാർ സംശയത്തിന്റെ നിഴലിലാകുമെന്ന് കെ മുരളീധരനും നടപടി വേഗത്തിൽ വേണമെന്ന് ശശി തരൂർ എം.പിയും പറഞ്ഞു. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്ന് ബി.ജെ.പി നേതാവ് വി മുരളീധരൻ ആവശ്യപ്പെട്ടു. സമത്വം, തുല്യത, സ്ത്രീകളെ ഉന്നതിയിലെത്തിക്കുക എന്നതാണ് സർക്കാർ നിലപാടെന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദന്റെ പ്രതികരണം. 4 വർഷക്കാലം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച ഗവൺമെൻറ്റാണ് ഏറ്റവും വലിയ കുറ്റക്കാരൻ. മാത്രവുമല്ല, ആ റിപ്പോർട്ടിനകത്തെ വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായ കാര്യങ്ങൾ എന്തിനാണ് മറച്ചു വെച്ചത്? നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, പോസ്കോ കേസുകളോ സ്ത്രീപീഡന കേസുകളോ വെളിവായാൽ അതിൻ്റെ പേരിൽ സർക്കാർ അടിയന്തരമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. അതാണ് അതിൻ്റെ നിയമവശം. അപ്പം നിയമപരമായി തന്നെ സർക്കാരിന് ഈ റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ സ്ത്രീപീഡനം, പോസ്കോ കേസുകൾ ഉൾപ്പെടെയുള്ളത് ഉണ്ടോ എന്ന് പരിശോധിച്ച് അതിൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്ത് നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. അത് ചെയ്യാതെ 4 വർഷം പൂഴ്ത്തി വെച്ചിട്ട് ഇപ്പോൾ പുറത്ത് വന്ന ശേഷം ഞങ്ങൾ ആ മീറ്റിംഗ് വിളിച്ചു, ഈ മീറ്റിംഗ് വിളിച്ചു, ഞാൻ കോൺഫറൻസ് നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഏത് ഫീൽഡിലാണെങ്കിലും തെറ്റ് ചെയ്യുന്നവരെ പുറത്തു കൊണ്ടുവരണം. ഏത് ഫീൽഡാണെങ്കിലും. ഇപ്പോൾ സോളാർ റിപ്പോർട്ട് വന്നപ്പോൾ പ്രസിദ്ധീകരിക്കാൻ 4 ആഴ്ച പോലും എടുത്തിട്ടില്ല. തെറ്റ് ചെയ്തവരെ പുറത്ത് പറഞ്ഞില്ലെങ്കിൽ എല്ലാവരും അതേ രീതിയിൽ കണക്കാക്കും. എല്ലാവരും സംശയത്തിൻ്റെ നിഴലാവും. മാന്യന്മാർ പോലും സംശയത്തിൻ്റെ നിഴലാവും. ഗുരുതരമായിട്ടുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ നടന്നു എന്ന് അറിഞ്ഞിട്ടും അതിന് സംബന്ധിച്ചിട്ടുള്ള ഒരു നടപടിയും എടുക്കാത്ത സാംസ്കാരിക വകുപ്പ് മന്ത്രി, അത് നേരത്തെ ഉണ്ടായിരുന്ന മന്ത്രി ശ്രീ AK ബാലനാണെങ്കിലും ഇപ്പോഴത്തെ മന്ത്രി ശ്രീ സജി ചെറിയാനാണെങ്കിലും പിണറായി സർക്കാരിലെ ഈ 2 മന്ത്രിമാരും ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണ് നടത്തിയിട്ടുള്ളത്. ഭരണഘടനയുടെ സത്യപ്രതിജ്ഞയുടെ തന്നെ ലംഘനം നടത്തിയിട്ടുള്ള സജി ചെറിയാൻ ഇനി ന്യായീകരണം പറഞ്ഞ് അധികാരത്തിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഈ തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം കാണിച്ചിട്ടുള്ള കുറ്റകൃത്യത്തിന് കൂട്ടുനിന്നിട്ടുള്ള സജി ചെറിയാൻ രാജിവെക്കണം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി തന്നെയാണ് അത് പുറത്തു വരാൻ ഇടയാക്കിയത്. എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്ക് വളരെയേറെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് ഏത് പരിഷ്കൃത സമൂഹത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ഗവൺമെൻറ്റും ആ രീതിയിലുള്ള ഫലപ്രദമായ ഇടപെടലിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിന് ഒരു സംശയമില്ല, സർക്കാർ ജനങ്ങളുടെ ഒപ്പമാണ്. അതുപോലെ തന്നെ ഈ തുല്യതയ്ക്ക് വേണ്ടിയിട്ടാണ്, അതുപോലെ സ്ത്രീ സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ പ്രവർത്തിക്കുക. അതിൻ്റെ എല്ലാ പ്രഖ്യാപിത നിലപാടുകളും അങ്ങനെയാണ്.